ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വഴി തെറ്റി തോന്നുന്നു. ഇത് വലിച്ചോ. കാട്ടിലൂടെ അല്ലേ ബാലവാടി. ബാലവാടി ഒന്ന് കണ്ടുപോരാ. അതുപോലെ അമ്മ വരുന്നുണ്ട് പറഞ്ഞിരുന്നു. ഇതാണോ? ഇതൊന്നല്ല. സൗണ്ട് കേൾക്കാണ്ട്. അമ്മ വാ. ആ ഇതെന്താ വീടാ? ഇതെങ്ങനെ ഇറങ്ങും? ഇതെങ്ങോട്ട് ഇറങ്ങമ്മ? ഇതമ്പല എന്താ ഈ സാധനം? ഇത് എങ്ങോട്ടാ പോവാന്നൊരു ഐഡിയ ഇല്ല. ചാടണ്ട. നദീനോട് ഇറങ്ങാല്ലേ? നിങ്ങൾ വരുന്നുണ്ടാ? ആ അത് അവിടെ ആൾക്കാരെ കാണാണ്ട്. കാവാത്തത് ഇല്ല. ആ ഉണ്ട് ഉണ്ട്, വഴിയുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. എന്നാ ഫ്രണ്ടിൽ നടന്നാ ജി. ആ ആ കണ്ടപ്പോ മനസ്സിലായി. നടക്ക് നട. ആ ആ വാ. നാലങ്ങാടിയിൽ പുതിയതായിട്ട് അങ്കണവാടി ഉദ്ഘാടനമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരുപാട് കൊല്ലത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ബാലവാടി ഉണ്ടായിരിക്കണത്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു ഇന്ന്. അപ്പോൾ അത് കാണാനും വേണ്ടിയിട്ട് ഞാൻ മോളായിട്ടേ, ചെറിയ മോളിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ, രണ്ടാളായിട്ട് ഞാൻ പോന്നൊക്കെയായിരുന്നു. അപ്പോൾ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉദ്ഘാടനം കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് ബാലവാടിയൊക്കെ ഒന്ന് കണ്ട് പോരാന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ടോ, അടിപൊളിയാണ് മാഷാ അല്ലാ. അവിടെ ചുമരുമല ചിത്രങ്ങളൊക്കെ ആയിട്ടും അടിപൊളിയാണ്. ഇനിയിപ്പോൾ കുട്ടികൾക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങി പോകാൻ തോന്നൂല കേട്ടോ, പിടിച്ചടിച്ച് കൊണ്ടുപോകേണ്ടി വരും മക്കൾ. അത്ര അടിപൊളിയായിട്ടാണ് കേട്ടോ ഡെക്കറേഷനും കാര്യങ്ങളും ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ബാത്റൂം വരുന്ന ഇവിടെയാണ് കേട്ടോ. അവിടെ ലൈറ്റ് ഇട്ടിട്ടില്ല. മോൾക്കൊക്കെ നല്ല ഇഷ്ടമായി. മച്ച് കഴിഞ്ഞൊക്കെ ബാലവാടി പഠിക്കാൻ പറ്റില്ലല്ലോ എന്നിട്ടോ ഓള് പറയുന്നത്. അവൾക്ക് നല്ല ഇഷ്ടമായിക്കണ്. പൂർത്തിയാക്കുന്നതിന് വേണ്ടി സുബൈദാത്ത നടത്തിയ പ്രവർത്തനം ഈ ഒരു അവസരത്തിൽ പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. അതിനനുസരിച്ച് പഞ്ചായത്ത് ഭരണസമിതിയും ഈ പ്രദേശത്തെ സ്ഥലം വാങ്ങിയെടുക്കാൻ അവരെല്ലാം പൊട്ടിക്കാറ്റില്ല. വായ ചെറുപ്പട്ടോ. ആ ഉദ്ഘാടനം കാണാൻ പ്രസംഗിക്കണത് അവിടെ കാണാൻ പോവാ. ആദ്യം 1 ലക്ഷത്തിൽ പരം കുടുംബങ്ങളുണ്ട്. വീണ്ടും സൂപ്പർ ചെക്ക് അതിൽ ഏകദേശം സദസ്സിലും ഉള്ള പ്രിയമുള്ളവരെ, ഒരു നാടിന്റെ സ്വപ്നം പൂവണിഞ്ഞ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും ഇരിക്കുന്നത്. പ്രത്യേകിച്ച് വാർഡ് മെമ്പർ
സുബൈദാത്ത. ഞങ്ങൾക്ക് കയറി അന്നു മുതലുള്ള സുബൈദാത്തയുടെ കഠിന പ്രയത്നത്തിൻ്റെ ഒരു പരിസമാപ്തിയാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത്. അത് സുബൈദാത്തോടൊപ്പം ഞങ്ങളും ഹൃദയത്തിൻ്റെ ഭാഗശയിൽ പങ്കുചേരുകയാണ്. ഒരു നാടിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അംഗനവാടിയാണ്. അതായത് അംഗൻവാടിയിലൂടെയാണ് നമുക്ക് എല്ലാവിധത്തിലുള്ള ആനുകൂല്യങ്ങളും കിട്ടുന്നത്. കുട്ടികളുടെ ചുവടുവെപ്പുകൾ തുടങ്ങുന്നത് നമ്മുടെ അംഗൻവാടിയിലൂടെയാണ്. ഈ അംഗൻവാടിയിൽ ചുവട് വയ്ക്കാൻ ഈ കുട്ടികൾക്ക് ഭാഗ്യം കിട്ടിയതിൽ തന്നെ വളരെ സന്തോഷം. ഇവിടെ നിന്ന് ഉയർന്നു പറക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. കൂടിയും പ്രവർത്തിച്ചപ്പോൾ വാർഡ് മെമ്പർക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ആദ്യമൊക്കെ ഈ അംഗൻവാടി കുറച്ചു കാലം പെൻഡിങ്ങിന് കിടന്നപ്പോഴൊക്കെ മെമ്പർ ഇറങ്ങി പറ്റില്ല എന്ന് വളരെ അതിനനുസരിച്ച് ഓടി നടന്ന് പ്രവർത്തിച്ച് എന്തായാലും വ്യക്തികൾക്കും ഇവിടെ പങ്കെടുത്ത എല്ലാ സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും എൻ്റെ പേരിലും മെമ്പറുടെ പേരിലും ഈ നാട്ടിലെ എല്ലാവരുടെ പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ബാലവാടി ഇഷ്ടായ? ബാലവാടി ഇഷ്ടായ? അങ്ങനെ ഞങ്ങൾ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിട്ടോ. അപ്പോൾ റോഡൊക്കെ ഉണ്ട് കേട്ടോ ഈ ഭാഗത്തേക്ക്. ഞങ്ങൾ എളുപ്പം വഴിക്ക് വേണ്ടിയിട്ട് പോകണ്ടായിരുന്നു. അത് പേടിയായിട്ടോ വഴി തെറ്റി. ഞങ്ങൾ ആദ്യമായിട്ട് ഈ സ്ഥലത്ത് കൂടെ പോകുന്നത് പിന്നെ പോകണ്ടായിരുന്നില്ല. ഒക്കെ പേടിപ്പെടുത്തുന്നത് ക്ഷേത്രം എന്നൊന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല. അതാണ് വീടാണെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ അത് ക്ഷേത്രമാണ്. അവിടെ ഇതൊക്കെ ഉണ്ടാകും. കൂടുതലൊന്നും എനിക്കറിയില്ല. എങ്ങനെ കയറുക? ഗതിയാണ് കയറാം. നമ്മൾ നാളെ നോക്കി ഞാൻ ആദ്യമായിട്ട് അങ്ങോട്ട് വരുന്നത്. ആദ്യമായിട്ട് ഈ ഭാഗത്തേക്ക് വരുന്നത്. പിന്നെ ഏതിനെ വന്നു നേരല്ലേ? അങ്ങനെ നമ്മുടെ വഴി തെറ്റിയോ? അങ്ങനെ തന്നെ ഒരു വഴി തെറ്റി തോന്നുന്നു. ഇതിനല്ല അറിഞ്ഞു ഇങ്ങോ പേടിയാവും. ഇങ്ങോട്ട് പോരെ. ഇങ്ങോട്ട് വായോ, ഇങ്ങോട്ട് വായോ. വാ അതിനെ അതാ കാണുന്ന ചേച്ചിയുടെ വീട്. വാ ഞാൻ പോരെ. ഇത് വലിച്ചോ. തെറ്റി
ആ കാണടി ചേച്ചിയുടെ കൂടെ അല്ലേ? അതെ ഇത് ഞാൻ തന്നെയാണ്. അതാ ചന്ദ്രാട്ടൻ്റെ കൂടെ ആയിട്ട് പോയടത്ത് കൂടെ അല്ല. പക്ഷേ ജന വരാൻ പേടിയല്ലേ. Medium. ഇവിടെ